പശ്ചിമേഷ്യയെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന ഇസ്രായേൽ ഇറാൻ സംഘർഷം UAE, ഖത്തർ, കുവൈത്ത് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പടരുന്നത് പ്രവാസികളിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ്. തങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനും കുടുംബത്തെ ഭദ്രമാക്കാനും വേണ്ടി മറ്റൊരു വഴിയും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ പ്രവാസ ജീവിതം തെരഞ്ഞെടുക്കേണ്ടി വന്നവരായിരിക്കും പലരും. യുദ്ധഭീതിയിൽ നിൽക്കുമ്പോഴും ജീവൻ കയ്യിലൊതുക്കി ഓരോ ദിവസവും തള്ളി നീക്കാൻ വിധിക്കപ്പെട്ടവരായി പ്രവാസ ലോകവും നിർബന്ധിതരാകുന്നു. എങ്ങനെയൊക്കെയാവും മലയാളി പ്രവാസികളെ ഇത് ബാധിക്കുന്നതെന്ന് നോക്കാം. ഗൾഫ് രാജ്യങ്ങളിലെ സമ്പദ് വ്യവസ്ഥ എണ്ണയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. യുദ്ധം കാരണം എണ്ണ ഉൽപാദനം തടസ്സപ്പെടുകയോ വിതരണ ശൃംഖല മുറിയുകയോ ചെയ്താൽ അത് ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കും. ഇത് പുതിയ തൊഴിലവസരങ്ങൾ കുറയുന്നതിനും നിലവിലുള്ള ശമ്പളം മുടങ്ങുന്നതിനും കാരണമായേക്കാം. മലയാളി പ്രവാസികളെ ബാധിക്കാൻ പോകുന്ന മറ്റൊരു പ്രധാന പ്രശ്നമായി നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിലുണ്ടാകുന്ന വർധന കാരണമാകും. യുദ്ധം കടുക്കുമ്പോൾ ചരക്കു നീക്കത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ ഇടവരും. വിമാന, കപ്പൽ ഗതാഗത ചെലവ് കൂടുന്നതോടെ ഗൾഫ് രാജ്യങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് വൻതോതിൽ വില വർദ്ധിക്കും. ഇത് പ്രവാസികളുടെ ദൈനംദിന ജീവിതം താളം തെറ്റിക്കുന്നതിനും ജീവിത ചെലവ് കുത്തനെ ഉയർത്തുന്നതിനും കാരണമാകും. പ്രവാസികൾ അനുഭവിക്കാൻ പോകുന്ന മറ്റൊരു പ്രധാന പ്രശ്നം യാത്രയിലുണ്ടാകുന്ന പ്രതിസന്ധിയാണ്. ആക്രമണം ആരംഭിച്ചതു മുതൽ തന്നെ പലയിടത്തും വിമാന സർവീസുകൾ റദ്ദാക്കുന്നത് പ്രവാസികൾക്ക് നാട്ടിലേക്ക് വരുന്നതിനും തിരികെ പോകുന്നതിനും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമായും ടിക്കറ്റ് നിരക്കിലുണ്ടാകുന്ന വില വർധനയും പ്രവാസികൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമാവുകയും ചെയ്യും. യുദ്ധം ഗൾഫ് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്ന ഭയം പ്രവാസികളുടെ ഇടയിൽ വലിയ മാനസിക സമ്മർദ്ദമുണ്ടാക്കും. പ്രവാസികളുടെ മാനസികാവസ്ഥയും ആശങ്കയും അതുപോലെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം ആളുകൾ നാട്ടിലുള്ള അവരുടെ കുടുംബത്തിലും ഉണ്ടാകും. യുദ്ധം രൂക്ഷമായാൽ പ്രവാസികളെ ഒഴിപ്പിക്കേണ്ടി വരുന്നതും വലിയൊരു വെല്ലുവിളിയായി മാറിയേക്കാം. ആഗോള വിപണിയിൽ ഡോളർ കരുത്തു പ്രാപിക്കുന്നതോടെ രൂപയുടെ മൂല്യം ഇടിയാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഇത് നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ പ്രവാസികൾക്ക് ഗുണകരമാകുമെങ്കിലും നാട്ടിലെ വിലക്കയറ്റം ആ നേട്ടത്തിന് വിപരീത ഫലമാണ് ഉണ്ടാക്കുക.